ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ 7-ാം തീയതി ഞായറാഴ്ച രഥയാത്രയായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് പോയി വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ ഇതിലത്തെ ബാറ്ററി ഡൗൺ ആയിരുന്നു. കാലത്ത് 9 മണിക്ക് പോയി ഒരു 3-3:30-4 മണിക്കാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ അത് കാരണം ഞാൻ അമ്പലത്തിൻ്റെ മുന്നിലാണ്, ഇപ്പോൾ രഥത്തിൻ്റെ മുന്നിലാണ്. ഈ രഥത്തിലാണ് നമ്മുടെ കൃഷ്ണ കണയലാൽ, അതുപോലെ തന്നെ ഇനി അടുത്ത വണ്ടിയിലാണ് നമ്മുടെ ബലരാംജി ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ആൾക്കാരൊക്കെ എത്ര തിരക്കാൻ നോക്ക്. അന്ന് എനിക്ക് ഈ രഥത്തിൻ്റെ ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യലായി ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ദൂരത്തുനിന്നുള്ളത് എടുത്തു, പബ്ലിക് അത്രയ്ക്കായിരുന്നല്ല. അങ്ങനെ ഇപ്പോൾ ഓരോ ഭക്തരും വന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. അന്ന് എന്താ പറയുക, ശരിക്കും ദൂരത്തുനിന്നുള്ളൊരു ഇതാണ് കിട്ടിയത്. അത് കാരണം ചൊവ്വാഴ്ച, അതായത് ഇന്നലെ ഞാനും രാകേഷ് ഏട്ടനും ഒന്ന് ഉച്ചയ്ക്ക് പോയി തൊഴുതു വന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത്. ഫോട്ടോസല്ല, വീഡിയോ. അതുപോലെ ഈ കാണുന്നതാണ് ഒറിജിനൽ അമ്പലത്തിലെ കൃഷ്ണൻ, അതുപോലെ ബലരാമൻ, സുഭദ്രാദേവി. ഇവർ ചേട്ടന അനിയനും പെങ്ങളും കൂടി നഗരപ്രദക്ഷിണം ചെയ്യുന്നതാണ് ഈ രഥത്തിൽ. 450 വർഷം പഴക്കമുള്ള അമ്പലമാണിത്. ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത 2ാമത്തെ പാട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അസാധ്യ തിരക്കായിരുന്നു കേട്ടോ. എന്തുകൊണ്ടോ രാകേഷ് ഏട്ടൻ്റെ ഫ്രണ്ട്, എൻ്റെ ട്യൂഷൻ്റെ ഒരു കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളെ രഥത്തിൻ്റെ എന്താ പറയുക, വരുന്ന ഏറ്റവും മുന്നിലായി നിർത്തി. പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും പട്ടാളം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ കാണുന്ന ഗുരു ആണ് ഈ അമ്പലത്തിൻ്റെ പണിക്ക് മുൻകൈ എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹനുമാൻ ദാസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ ഞാൻ എടുത്തെഴുതിയ ആ അമ്പലത്തിൻ്റെ മോൾ ഭാഗമാണ്. അതുപോലെ രഥത്തിൻ്റെ സ്റ്റോറി, രഥയാത്രയുടെ സ്റ്റോറിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. അവിടെ ഈ കാണുന്ന കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, രാസ്ലീല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗർഭ. ആ കളിയാണ് ഇതിൻ്റെ മുകളിൽ കൊത്തുപണി ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ നടുവിലായിട്ടൊരു കോളുണ്ട്, അതിൽ നമ്മുടെ ഭഗവാന്മാരെ ഫോട്ടോ. ഇത് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ഇന്നും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ രഥയാത്രയുടെ സ്റ്റോറി, അമ്പലത്തിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. 1-2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.